വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ് കേട്ടോ. ഇന്ത്യയും കേരളവും ലഘുവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ഭൂമിയുടെ ഉള്ളറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഭൂമിയുടെ ഉള്ളറവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ ഏറ്റവും ആഴം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും ആഴം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും വലിയ പാളി ഏതാണ്? മാൻറ്റിലാണ്. ഭൂമിയുടെ ഏറ്റവും വലിയ പാളി ഏതാണ്? മാൻറ്റിലാണ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പാളിയാണ് കാമ്പ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പാളി ഏതാണ്? കാമ്പാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പാളി. മാൻറ്റിലിൻ്റെ പുറംഭാഗമാണ് അസ്തനോസ്ഫിയർ. മാൻറ്റിലിൻ്റെ പുറംഭാഗമാണ് അസ്തനോസ്ഫിയർ. അതും ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂമിയുടെ ഏറ്റവും ആഴം കുറഞ്ഞ പാളി ഭൂവൽക്കവും ആഴം കൂടിയ പാളി കാമ്പുമാണ്. ഭൂമിയുടെ ഏറ്റവും വലിയ പാളി മാൻറ്റിലാണ്. മാൻറ്റിലിൻ്റെ പുറംഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. വൻകര ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖല സിയാൽ എന്നറിയപ്പെടുന്നു. ചോദിക്കാറുണ്ടല്ലോ. സിയാൽ എന്ന് പറയുന്നത് വൻകര ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖലയാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. കടൽത്തറ ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖല സിമ എന്നറിയപ്പെടുന്നു. കടൽത്തറ ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖല സിമ എന്നറിയപ്പെടുന്നു. വൻകര ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖല സിയാൽ എന്നും അറിയപ്പെടുന്നു. വൻകര ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖല സിയാൽ എന്നും കടൽത്തറ ഭാഗത്തെ ഉൾക്കൊള്ളുന്ന മേഖല സിമ എന്നും അറിയപ്പെടുന്നു. വൻകര ഭാഗത്തും കടൽത്തറ ഭാഗത്തും കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ചോദിക്കാറുണ്ട്. വൻകര ഭാഗത്തും കടൽത്തറ ഭാഗത്തും കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ഓക്കെ ആണല്ലോ. മാഗ്മ കാണപ്പെടുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ. മാഗ്മ കാണപ്പെടുന്ന മേഖല ഏതാണ്? അസ്തനോസ്ഫിയറിലാണ് മാഗ്മ കാണപ്പെടുന്നത്. ഫലകങ്ങൾ ചലിക്കുന്നത് മാൻറ്റിലിൻ്റെ ഭാഗമായ അസ്തനോസ്ഫിയറിലൂടെയാണ്. ഫലകങ്ങൾ ചലിക്കുന്നത് എവിടെയാണ്? മാൻറ്റിലിൻ്റെ ഭാഗമായ അസ്തനോസ്ഫിയറിലൂടെയാണ് ഫലകങ്ങൾ ചലിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും മധ്യത്തിലുള്ള പാളിയാണ് മാൻറ്റിൽ. ഭൂമിയുടെ ഏറ്റവും മധ്യത്തിലുള്ള പാളി ഏതാണ്? മാൻറ്റിലാണ്. അപ്പോൾ മാഗ്മ കാണപ്പെടുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ. ഫലകങ്ങൾ ചലിക്കുന്നത് മാൻറ്റിലിൻ്റെ ഭാഗമായ അസ്തനോസ്ഫിയറിലൂടെയാണ്. ഭൂമിയുടെ ഏറ്റവും മധ്യത്തിലുള്ള പാളി ഏതാണ്? മാൻറ്റിലാണ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് കാമ്പ്. നമ്മൾ പറഞ്ഞു അല്ലേ? ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ആഴമേറിയ പാളിയാണ് കാമ്പ് എന്ന് പറയുന്നത്. അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിക്കലും ഇരുമ്പും ഉപയോഗിച്ചാണ്. അത് കാരണം ഈ ഭാഗം നിഫെ എന്നറിയപ്പെടുന്നു. ചോദിക്കാറുണ്ട്. നിഫെ എന്ന് പറയുന്നത് എന്താണ്? നിക്കലും ഇരുമ്പും അല്ലേ? നിക്കലും ഫെറോം കൂടി ചേർന്നിട്ടാണ് നിഫെ എന്നറിയപ്പെടുന്നത്. അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ നിഫയെ കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമുദ്രജല പ്രവാഹവുമായി ബന്ധപ്പെട്ടവ. ഒയാഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഒയാഷിയോ പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഒയാഷിയോ പ്രവാഹം. ശരിയാണ്. നെക്സ്റ്റ്, ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ശരിയാണ്. ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കുറോഷ്യ പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കുറോഷ്യോ പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ശരിയാണ്. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒയാഷിയ പ്രവാഹം എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞു? ജപ്പാനിലാണ് കേട്ടോ സംഗമിക്കുന്നത്. ഓക്കെ. ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കുറോഷ്യ പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഒയോഷിയ പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അയോഷിയോ കുറോഷിയോ ഒക്കെ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. എല്ലാം ശരിയാണ്. ഉഷ്ണജല പ്രവാഹങ്ങൾ വൻകരകളുടെ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്നു. ഉഷ്ണജല പ്രവാഹങ്ങൾ വൻകരകളുടെ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്നു. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ ഉഷ്ണജല പ്രവാഹങ്ങൾ വൻകരകളുടെ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്നു. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അഗുൽഹാസ് പ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഹംബോൾട്ട് പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഹംബോൾട്ട് പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഹംബോൾട്ട് പ്രവാഹം. കാനറീസ് പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കാനറീസ് പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഹംബോൾട്ട് പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കാനറീസ് പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്.
ഒയാഷിയോ പ്രവാഹം ക്യൂറൽ പ്രവാഹം എന്നും അറിയപ്പെടുന്നു. ഒയാഷിയോ പ്രവാഹം എന്നറിയപ്പെടുന്നു. ക്യൂറൽ പ്രവാഹം എന്നും അറിയപ്പെടുന്നു. ഒയാഷിയോ പ്രവാഹവും കുറോഷിയോ പ്രവാഹവും ജപ്പാനിലാണ് സംഗമിക്കുന്നത്. ഒയാഷിയോ പ്രവാഹവും കുറോഷിയോ പ്രവാഹം എവിടെയാണ് സംഗമിക്കുന്നത്? ജപ്പാനിലാണ് സംഗമിക്കുന്നത്. ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. ഏറ്റവും ശക്തമായ സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്ന മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുന്ന ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മത്സ്യബന്ധന കേന്ദ്രമാണല്ലോ. ലോകത്തിലെ തന്നെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതാണ് എവിടെയാണ്? ഗ്രാൻഡ് ബാങ്കിലാണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭൗമോപരിതലത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ ചൂടുപിടിക്കുന്നത് സംനയനത്തിലൂടെയാണ്. ശരിയാണ്. ഭൗമോപരിതലത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ ചൂടുപിടിക്കുന്നത് സംനയനത്തിലൂടെയാണ്. അന്തരീക്ഷം ലംബമായി ചൂടുപിടിക്കുന്നത് സംവഹനത്തിലൂടെയാണ്. ശരിയാണല്ലോ. അന്തരീക്ഷം ലംബമായി ചൂടുപിടിക്കുന്നതും എന്താണ്? സംവഹനത്തിലൂടെയാണ്. കാറ്റിലൂടെ താപം കൈമാറുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. കാറ്റിലൂടെ താപം കൈമാറുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഭൂമി ആഗിരണം ചെയ്യുന്ന താപം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വികിരണം. ഭൂമി ആഗിരണം ചെയ്യുന്ന താപം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വികിരണം. അപ്പം എല്ലാം ശരിയാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൗമോപരിതലത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ ചൂടുപിടിക്കുന്നത് സംനയനത്തിലൂടെയാണ്. അന്തരീക്ഷം ലംബമായി ചൂടുപിടിക്കുന്നത് സംവഹനത്തിലൂടെയാണ്. കാറ്റിലൂടെ താപം കൈമാറുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഭൂമി ആഗിരണം ചെയ്യുന്ന താപം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വികിരണം. സംനയനം ചാലനം എന്നും അറിയപ്പെടുന്നു. സംനയനം ചാലനം എന്നും അറിയപ്പെടുന്നുണ്ട്. സംനയനം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണ്. സംനയനം സംഭവിക്കുന്ന ഏതിലാണ്? ഖരപദാർത്ഥങ്ങളിലാണ്. വ്യത്യസ്ത ഊഷ്മാവുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലിരിക്കുമ്പോഴാണ് സംനയനം സംഭവിക്കുന്നത്. വ്യത്യസ്ത ഊഷ്മാവുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലിരിക്കുമ്പോഴാണ് സംനയനം സംഭവിക്കുന്നത്. അപ്പോൾ സംനയനം ചാലനം എന്നറിയപ്പെടുന്നത് സംനയനം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണ്. വ്യത്യസ്ത ഊഷ്മാവുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലിരിക്കുമ്പോഴാണ് ഈ സംനയനം സംഭവിക്കുന്നത്. ചാക്രികമായ താപപ്രസരണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത് അല്ലേ? ചാക്രികമായ താപപ്രസരണ രീതിയാണ് സംവഹനം. സംവഹനം സംഭവിക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. സംവഹനം സംഭവിക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമായാണ്. സംവഹന പ്രക്രിയയിൽ മാധ്യമത്തിലെ തന്മാത്രകളും താപത്തോടെ സഞ്ചരിക്കുന്നു. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം. സൂര്യാസ്തമയത്തിനു ശേഷം അഥവാ രാത്രികാലങ്ങളിലാണ് വികിരണം വ്യക്തമായി സംഭവിക്കുന്നത്. സൂര്യാസ്തമയത്തിനു ശേഷം അഥവാ രാത്രികാലങ്ങളിലാണ് വികിരണം വ്യക്തമായി സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്ററോളം ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. ശരിയാണ്. ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്ററോളം ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയർ 8 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയർ 8 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. ട്രോപ്പോസ്ഫിയർ ശരാശരി 13 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ട്രോപ്പോസ്ഫിയർ ശരാശരി 13 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. അന്തരീക്ഷപിണ്ഡത്തിൻ്റെ 75% ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷപിണ്ഡത്തിൻ്റെ 75% ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്ററോളം ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയർ 8 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. ട്രോപ്പോസ്ഫിയർ ശരാശരി 13 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. അന്തരീക്ഷപിണ്ഡത്തിൻ്റെ 75% ട്രോപ്പോസ്ഫിയറിലാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഭൂസ്പർശ മണ്ഡലം അല്ലെങ്കിൽ സംയോജന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ ഭൂസ്പർശ മണ്ഡലം അല്ലെങ്കിൽ സംയോജന മേഖല എന്നൊക്കെ അറിയപ്പെടുന്നു. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് 75% പിണ്ഡവും നീരാവിയുടെ ഏതാണ്ട് 99% അടങ്ങിയിരിക്കുന്നത് ഈ പാളിയിലാണ്. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് 75% പിണ്ഡം, നീരാവിയുടെ ഏതാണ്ട് 99% അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഈ ട്രോപ്പോസ്ഫിയർ എന്ന പാളിയിലാണ്. ട്രോപ്പോസ്ഫിയറിലെ വായു വിവിധ തരം വാതകങ്ങളുടെ മിശ്രിതമാണ്. ട്രോപ്പോസ്ഫിയറിലെ വായു എന്ന് പറയുന്നത് വിവിധ തരം വാതകങ്ങളുടെ മിശ്രിതമാണ്. അതായത് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, നിയോൺ, ഹീലിയം തുടങ്ങിയവ സ്ഥിരാനുപാതത്തിലും
നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നിവ സ്ഥിരമായ അളവിലും കാണപ്പെടുന്നു. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, നിയോൺ, ഹീലിയം തുടങ്ങിയവ സ്ഥിരാനുപാതത്തിലും, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നിവ അസ്ഥിരമായ അളവിലും കാണപ്പെടുന്നു. ജൈവമണ്ഡലം കാണപ്പെടുന്നതും ഗുരുത്വാകർഷണ ബലം കൂടിയ പാളിയും ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം കാണപ്പെടുന്നതും ഗുരുത്വാകർഷണ ബലം കൂടിയ പാളിയും ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷ പ്രതിഭാസങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നടക്കുന്നതും ആഗോളതാപനം, ഹരിതഗൃഹ പ്രഭാവം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതുമായ അന്തരീക്ഷ മണ്ഡലമാണ് ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ട്രോപ്പോസ്ഫിയർ. ചോദിക്കാറുണ്ട് അല്ലേ? ട്രോപ്പോസ്ഫിയറിൽ എന്തൊക്കെയാണ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നടക്കുന്ന പാളി ഏതാണെന്ന് ചോദിക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നടക്കുന്ന പാളി, അതുപോലെ ആഗോളതാപനം, ഹരിതഗൃഹ പ്രഭാവം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അത് അന്തരീക്ഷ മണ്ഡലത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പാളിയാണ്. നെക്സ്റ്റ്, കായാന്തരീകരണത്തിലൂടെ രൂപമാറ്റം സംഭവിക്കുന്ന ശിലകളിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. കായാന്തരീകരണത്തിലൂടെ രൂപമാറ്റം സംഭവിക്കുന്ന ശിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആകുന്നു. കായാന്തരിത ശിലയുടെ രൂപമാറ്റമാണ് ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആകുന്നത്. ശിലകൾ കേട്ടോ, കായാന്തരീകരണത്തിലൂടെ രൂപമാറ്റം സംഭവിക്കുന്ന ശിലകളാണ്. ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആകുന്നു, പിഗ്മറ്റേറ്റ് മരതകമാകുന്നു, കൽക്കരി ഗ്രാഫൈറ്റ് ആകുന്നു. ഈ മൂന്നും എന്താണ്? കായാന്തരീകരണത്തിലൂടെ രൂപമാറ്റം സംഭവിക്കുന്ന ശിലകളാണ്. ഓക്കെ, അപ്പോൾ 1, 2, 3 ശരി. നാലാമത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഗ്രാനൈറ്റ് കോർട്ടിസൈറ്റ് ആകുന്നു എന്നാണ് തന്നിരിക്കുന്നത്. മാഗ്മ, ലാവ എന്നിവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. ആഗ്നേയശില എന്ന് വെച്ചാൽ എന്താണ്? മാഗ്മ, ലാവ എന്നിവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. ഭൗമാന്തർഭാഗത്ത് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ അന്തർവേദ ശിലകളെന്നും ഭൗമോപരിതലത്തിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ ബാഹ്യജാത ശിലകളെന്നും വിളിക്കുന്നു. ഭൗമാന്തർഭാഗത്താണെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ അന്തർവാദ ശിലകളാണ്. ഭൗമോപരിതലത്തിലാണെങ്കിലോ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ ബാഹ്യജാത ശിലകൾ എന്നാണ് വിളിക്കുന്നത്. അവസാദങ്ങൾ തണുത്തുണ്ടാകുന്ന ശിലയാണ് അവസാദശില. അവസാദങ്ങൾ തണുത്തുണ്ടാകുന്ന ശിലയാണ് അവസാദശില. പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അവസാദങ്ങൾ തണുത്തുണ്ടാകുന്ന ശിലയാണ് അവസാദശില. അടുക്കുകളായി രൂപം കൊള്ളുന്നതും മൃദുവും ലോലമായതുമായ ശിലകളാണിവ. അടുക്കുകളായി രൂപം കൊള്ളുന്നതും മൃദുവും ലോലമായതുമായ ശിലകളാണിവ. അവസാദ ശിലകളിൽ ജൈവാംശം അടങ്ങിയിരിക്കുന്നു. കാരണം എന്താണ്? അവശിഷ്ടങ്ങൾ കൂടിയിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ? പെട്രോളിയം ലഭിക്കുന്നതും ഫോസിൽ ലഭിക്കുന്നതുമായ ശിലയാണ് അവസാദ ശിലകൾ. ചോദിക്കാറുണ്ട്. പെട്രോളിയം ലഭിക്കുന്നതും ഫോസിൽ ലഭിക്കുന്നതുമായ ശിലയാണ് അവസാദ ശിലകൾ. നെക്സ്റ്റ്, ആഗ്നേയശിലയ്ക്കോ അവസാദശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ചാണ് ഈ കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. ആഗ്നേയശിലയ്ക്കോ അവസാദശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ചാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. ഏറ്റവും പഴക്കമേറിയ ശിലയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലയും ചെമ്മണ്ണ് രൂപം കൊള്ളാൻ കാരണമായ ശിലയും കായാന്തരിത ശിലകളാണ്. ഏറ്റവും പഴക്കമേറിയ ശിലയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ശിലയും ചെമ്മണ്ണ് രൂപം കൊള്ളാൻ കാരണമായ ശിലയും ഏതാണ്? കായാന്തരിത ശിലയാണ്. നമ്മൾ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ്, ധരാതലീയ ഭൂപടവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾക്കിടയിൽ 1800 ടോപ്പോ ഷീറ്റുകൾ ഉൾപ്പെടുന്നു. ശരിയാണ്. 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾക്കിടയിൽ 1800 ടോപ്പോ ഷീറ്റുകൾ ഉൾപ്പെടുന്നു. 60 ഡിഗ്രിക്കും 88 ഡിഗ്രിക്കും ഇടയിലുള്ള ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾക്കിടയിൽ 420 ടോപ്പോ ഷീറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. 60 ഡിഗ്രിക്കും 88 ഡിഗ്രിക്കും ഇടയിലുള്ള ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾക്കിടയിൽ 420 ടോപ്പോ ഷീറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾക്കിടയിൽ 1800 ടോപ്പോ ഷീറ്റുകളാണ് ഉൾപ്പെടുന്നത്. 2222 ടോപ്പോ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2222 ടോപ്പോ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ധ്രുവങ്ങളുടെ ചിത്രീകരണത്തിന് ആകെ 2 ടോപ്പോ ഷീറ്റുകൾ ഉൾപ്പെടുന്നു. ധ്രുവങ്ങളുടെ ചിത്രീകരണത്തിന് ആകെ 2 ടോപ്പോ ഷീറ്റുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ടോപ്പോ ഷീറ്റുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. നോക്കാം. 2222 ടോപ്പോ ഷീറ്റുകൾ ഉപയോഗിച്ചുള്ള ലോക ഭൂപട ചിത്രീകരണത്തിൽ ഇന്ത്യയും അയൽ രാജ്യങ്ങളും അടക്കം 105 ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2222 ടോപ്പോ ഷീറ്റുകൾ ഉപയോഗിച്ചുള്ള ലോക ഭൂപട ചിത്രീകരണത്തിൽ ഇന്ത്യയും അയൽ രാജ്യങ്ങളും അടക്കം 105 ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്?
ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. ഭൂപടത്തിൻ്റെ നമ്പർ, പ്രദേശത്തിൻ്റെ പേര്, ഗ്രിഡ് ലൈനുകൾ, കോണ്ടൂർ രേഖ, കോണ്ടൂർ നമ്പർ, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി എന്നിവ ടോപ്പോ ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂപടത്തിൻ്റെ നമ്പർ, പ്രദേശത്തിൻ്റെ പേര്, ഗ്രിഡ് ലൈനുകൾ, കോണ്ടൂർ രേഖ, കോണ്ടൂർ നമ്പർ, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി എന്നിവ ടോപ്പോ ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിനും സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കും ഭൂപ്രദേശങ്ങളിലെ സാംസ്കാരിക സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിനുമാണ് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിനും സൈനിക പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന്, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്, ഭൂപ്രദേശങ്ങളിലെ സാംസ്കാരിക സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിനൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഭൂപ്രകൃതി ഉത്തരപർവ്വത മേഖലയാണ് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്നു. ശരിയാണ്. ഉത്തരേന്ത്യയിൽ മഴ പെയ്യുന്നതിന് കാരണമാകുന്നു. ശരിയാണ്. ഉത്തരപർവ്വത മേഖലയുടെ താഴ്വരകളിൽ താമസിക്കുന്ന ജനങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തി വരുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, അപ്പോൾ 2, 3, 4 ആണ് ഇവിടെ ശരി വരുന്നത്. 2, 3, 4 ആണ് ശരി വരുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ ആകെ നീളം 2400 കിലോമീറ്റർ ആണ്. ഉത്തരപർവ്വത മേഖലയുടെ ആകെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭൂപ്രകൃതിയായ ഉത്തര മേഖല ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം, ഉത്തരപർവ്വത മേഖല ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശും ഏറ്റവും കുറഞ്ഞ് കടന്നു പോകുന്ന സംസ്ഥാനം ബംഗാളുമാണ്. ഏറ്റവും കൂടുതലായിട്ട് കടന്നു പോകുന്ന അരുണാചൽ പ്രദേശിലും ഏറ്റവും കുറച്ചായിട്ട് കടന്നു പോകുന്ന സംസ്ഥാനം ബംഗാളുമാണ്. 11 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. 11 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ്. ചൈനയിൽ നിന്നും വീശിയടിക്കുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ തടയുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. ചൈനയിൽ നിന്നും വീശിയടിക്കുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ തടയുന്നതും എന്നാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പഠിച്ചല്ലോ. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ നിമജ്ജന സീമകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നിമജ്ജന സീമകളിൽ അഗ്നിപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. ശരിയാണ്. നിമജ്ജന സീമകളിൽ അഗ്നിപർവ്വതം രൂപം കൊള്ളുന്നു. നിമജ്ജന സീമകളിൽ ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു. ശരിയാണ്. നിമജ്ജന സീമകളിൽ ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു. നിമജ്ജന സീമകളിൽ സാന്ദ്രത കുറഞ്ഞ ഫലകം മുകളിൽ വരുന്നു. സാന്ദ്രത കുറഞ്ഞ ഫലകം മുകളിൽ വരുന്നു. ശരിയാണ്. നിമജ്ജന സീമകളിൽ സാന്ദ്രത കൂടിയ ഫലകം അടിയിൽ പോകുന്നു. സാന്ദ്രത കുറഞ്ഞ ഫലകം മുകളിലും സാന്ദ്രത കൂടിയ ഫലകം അടിയിലും പോകുന്നു. അപ്പോൾ എന്താണ് ശരി? എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. നിമജ്ജന സീമകളിൽ അഗ്നിപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. നിമജ്ജന സീമകളിൽ ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു. നിമജ്ജന സീമകളിൽ സാന്ദ്രത കുറഞ്ഞ ഫലകം മുകളിൽ വരുന്നു. നിമജ്ജന സീമകളിൽ സാന്ദ്രത കൂടിയ ഫലകം അടിയിൽ പോകുന്നു. വ്യത്യസ്ത സാന്ദ്രതയിലുള്ള 2 ഫലകങ്ങൾ കൂടിച്ചേർന്നതിൻ്റെ ഫലമായി സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നതിനെയാണ് നിമജ്ജന സീമകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത സാന്ദ്രതയിലുള്ള 2 ഫലകങ്ങൾ കൂടിച്ചേർന്നതിൻ്റെ ഫലമായി സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നതിനെയാണ് നിമജ്ജന സീമകൾ എന്ന് പറയുന്നത്. ഫലകങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന അതിരാണ് സംയോജക സീമകൾ. എന്ന് വെച്ചാൽ പരസ്പരം കൂടിച്ചേരാതെ ഫലകങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന അതിരാണ് സംയോജക സീമകൾ. ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്ന അതിരിനെ വിയോജക സീമ എന്ന് പറയുന്നു. ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്ന അതിരിനെ വിയോജക സീമ എന്ന് പറയുന്നു. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന അതിരിനെ ഛേദക സീമകൾ എന്ന് പറയുന്നു. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന അതിരിനെ എന്ന് പറയുന്നു ഛേദക സീമകൾ എന്നും പറയുന്നു. ഭ്രംശ താഴ്വരകൾ രൂപം കൊള്ളുന്നത് ഛേദക സീമകളിലാണ്. ഭ്രംശ താഴ്വരകൾ രൂപം കൊള്ളുന്നത് ഛേദക സീമകളിലാണ്. മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നതോ സംയോജക സീമകളിലാണ്. മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് സംയോജക സീമകളിലാണ്. ഭ്രംശ താഴ്വരകൾ രൂപം കൊള്ളുന്നത് ഛേദക സീമകളിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 പ്രദേശങ്ങളെ തമ്മിൽ പരസ്പരം വേർതിരിക്കുന്ന സമുദ്രഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
6° ചാനൽ ഇന്തോനേഷ്യയെ നിക്കോബറിൽ നിന്നും വേർതിരിക്കുന്നു. ശരിയാണല്ലോ. 6° ചാനൽ ഇന്തോനേഷ്യയെ നിക്കോബറിൽ നിന്നും വേർതിരിക്കുന്നു. 8° ചാനൽ ലക്ഷദ്വീപിനെ മാലദ്വീപിൽ നിന്നും വേർതിരിക്കുന്നു. 8° ചാനൽ ലക്ഷദ്വീപിനെ മാലിദ്വീപിൽ നിന്നും വേർതിരിക്കുന്നു. 10° ചാനൽ ആൻഡമാൻ ദ്വീപുകളെ നിക്കോബർ ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. 10° ചാനൽ ആൻഡമാൻ ദ്വീപുകളെ നിക്കോബർ ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. 9° ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. 9° ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. എല്ലാം ശരിയാണ് കേട്ടോ. അതായത് 6° ചാനൽ ഇന്തോനേഷ്യ നിക്കോബറിൽ നിന്ന് വേർതിരിക്കുന്നു. 8° ചാനൽ ലക്ഷദ്വീപിനെ മാലദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നു. 10° ചാനൽ ആൻഡമാൻ ദ്വീപുകളെ നിക്കോബർ ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. 9° ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. റേഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്നു. റേഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്നു. ഡ്യൂറൻഡ് രേഖ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്നു. ഡ്യൂറൻഡ് രേഖ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്നു. മക്മോഹൻ രേഖ ഇന്ത്യയെ ചൈനയിൽ നിന്നും വേർതിരിക്കുന്നു. മക്മോഹൻ രേഖ എന്നാണ് ഇന്ത്യയെ ചൈനയിൽ നിന്നും വേർതിരിക്കുന്നു. തീൻ ബേഗ ഇടനാഴി ഇന്ത്യയെ ബംഗ്ലാദേശുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടില്ലേ. 10 നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് റേഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിക്കുന്നു. ഡ്യൂറൻഡ് രേഖ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്നു. മക്മോഹൻ രേഖ ഇന്ത്യയെ ചൈനയിൽ നിന്നും വേർതിരിക്കുന്നു. തീൻ ബേഗ ഇടനാഴി ഇന്ത്യയെ ബംഗ്ലാദേശുമായി ബന്ധിപ്പിക്കുന്നു. പാക് കടലെടുക്ക് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നു. പാക് കടലെടുക്ക് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നു. ഗൾഫ് ഓഫ് മാന്നാർ ഉൾക്കടൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കാണ്. മഹാഭാരത മലനിരകൾ ഇന്ത്യയെ നേപ്പാളിൽ നിന്നും വേർതിരിക്കുന്നു. മഹാഭാരത നിലകൾ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയെ നേപ്പാളിൽ നിന്നും വേർതിരിക്കുന്നു. ഇനി പനാമ കനാലോ? പനാമ കനാൽ വടക്കേ അമേരിക്കയെ തെക്കേ അമേരിക്കയിൽ നിന്നും വേർതിരിക്കുന്നു. പനാമ കനാൽ എന്താണ് ചെയ്യുന്നത്? വടക്കേ അമേരിക്കയെ തെക്കേ അമേരിക്കയിൽ നിന്നും വേർതിരിക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നു. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. സൂയസ് കനാൽ എവിടെ നിന്നാണ് ചെയ്യുന്നത്? ആഫ്രിക്കയെ ഏഷ്യയിൽ നിന്നാണ് വേർതിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ കനാലുകൾ ഏതും ഓരോ രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓരോ കനാലുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓരോ രേഖകളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.